ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫണ്ടമെൻ്റൽ സർക്യൂട്ട്സിനെ കുറിച്ചും ഫണ്ടമെൻ്റൽ കൺസെപ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഫണ്ടമെൻ്റൽ സർക്യൂട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഫണ്ടമെൻ്റൽ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തറിയാം, സ്പാനിങ് ട്രീനെ കുറിച്ച് അറിയില്ലേ. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ നിന്ന് സ്പാനിങ് ട്രീ വരയ്ക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം. സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ വെർട്ടെക്സും കാണണം, ഇതേപോലെ സർക്യൂട്ട് കാണാൻ പാടില്ല. അതിൻ്റെ സർക്യൂട്ടും കാര്യങ്ങളും എല്ലാം മാറ്റിയിട്ട് വരയ്ക്കണം അല്ലേ. അപ്പോൾ V1 വരച്ചു ഞാൻ. ഇനി ഞാൻ ഇവിടെ V2, ഇവിടെ എൻ്റെ V2 ഉണ്ട്. ഇവിടെ ഞാൻ നേരെ V4 ഇടാം. V4 ഇങ്ങോട്ട് എന്താണ് V3 അല്ലേ. അപ്പം ഇതായിരിക്കും എൻ്റെ സ്പാനിങ് ട്രീ. ഈ എഡ്ജസ് ഏതൊക്കെയാണ്? ഇത് E2 ആണ്, ഇതെന്താണ്, ഇത് E5 ആണ്, ഇത് E3 ആണ്. പിന്നെ നമുക്കറിയാം ഓക്കെ, ഇതാണ് അപ്പോൾ എൻ്റെ ഗ്രാഫ് G. അതിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്ത സ്പാനിങ് ട്രീ, അതിനെ T എന്ന് വിളിച്ചു. ഇനി നമുക്കറിയാം ഇവിടുത്തെ E2, E3, E5 സ്പാനിങ് ട്രീയിലെ എഡ്ജസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബ്രാഞ്ചസ് എന്ന് വിളിക്കുന്നത് അല്ലേ. ഈ സ്പാനിങ് ട്രീയിൽ ഉൾപ്പെടാത്ത എഡ്ജുകളില്ലേ, അത് ആരൊക്കെയാണ്? E4 പിന്നെ E1, അവരെയൊക്കെ നമ്മൾ എന്തെന്ന് വിളിച്ചത്? കോഡ്സ് എന്ന് വിളിച്ചതല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രാഞ്ചസ് ആരൊക്കെയാണ്? ബ്രാഞ്ചസ് എന്ന് പറയുന്നത് E2, E5, E3, അതായത് സ്പാനിങ് ട്രീയിൽ വന്നിട്ടുള്ള എഡ്ജസിനെ ബ്രാഞ്ചസ് എന്ന് പറയും. അതിൽ ഉൾപ്പെടാത്ത രണ്ടുപേരുണ്ട്, E1ഉം E4ഉം അല്ലേ. E1, E4 അവരെ നമ്മൾ എന്തോ വിളിച്ചത്? കോഡ്സ് എന്ന് വിളിച്ചു. അപ്പം ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചോ. ഈ കോഡ്സിൽ ആരെങ്കിലും ഒരാളെ ഞാൻ എടുത്തു. ഇപ്പം ഞാൻ E1നെ എടുക്കാം. അതിനെ ഞാൻ എന്താണ്ടേ ഇവിടെ ഇട്ടു. E1നെ എടുത്തു, E1ൻ്റെ പ്ലേസിൽ വെച്ചു. ഇപ്പോൾ ഇതെന്തായി മാറി? ഒരു സർക്യൂട്ടായി അല്ലേ. സ്പാനിങ് ട്രീയിൽ ഒരു സർക്യൂട്ട് വന്നു. അങ്ങനെ വരുവാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഫണ്ടമെൻ്റൽ സർക്യൂട്ട് എന്ന് പറയാം. ഇതെന്താണ്? ഇത്രയും നേരം ഇതൊരു സ്പാനിങ് ട്രീ ആയിരുന്നു. അതിലേക്ക് ഞാൻ ഒരു കോഡിനെ എടുത്ത് ആഡ് ചെയ്തു. അപ്പോൾ അതൊരു സർക്യൂട്ടായി. അങ്ങനെയുള്ള ആ സർക്യൂട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫണ്ടമെൻ്റൽ സർക്യൂട്ട്. സർക്യൂട്ട് ഫോംഡ് ബൈ ആഡിങ് എ കോഡ് ടു സ്പാനിങ് ട്രീനെയാണ് എന്തെന്ന് പറയുന്നത്? ഫണ്ടമെൻ്റൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മുടെ ഫണ്ടമെൻ്റൽ സർക്യൂട്ട് നമുക്ക് എവിടെ വേണ്ടുന്നതാണ്? 3rd മൊഡ്യൂളിൽ പറയേണ്ടതായിരുന്നു ഞാൻ. പിന്നെ ഇവിടെ നമ്മൾ ഫണ്ടമെൻ്റൽ കൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഈ മൊഡ്യൂളിലേക്ക് അത് പറയാമെന്ന് കരുതി. അതുകൊണ്ട് കേട്ടോ ആ മൊഡ്യൂളിൽ അതിനെക്കുറിച്ച് പറയാനത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് നോക്കാം? ഫണ്ടമെൻ്റൽ കൺസെപ്റ്റിനെ കുറിച്ച് നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ എക്സാമ്പിളായിട്ടൊരു ഗ്രാഫ് വേണം എനിക്ക്. ഓക്കെ, അപ്പോൾ നേരത്തെ വരച്ച അതേ ഗ്രാഫ് തന്നെ എടുക്കാമല്ലേ. ഗ്രാഫ് തന്നെ എടുക്കാം. ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിളാണ്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഒരു എഡ്ജ് വരുന്നുണ്ട്. ഇനി ഇവിടുത്തെ എഡ്ജസ് ഉണ്ടല്ലേ, എഡ്ജ് മാർക്ക് ചെയ്യാം. ഇത് A, ഇത് B, ഇത് C, ഇത് D, ഇത് E, ഇത് F, ഇത് G ഉണ്ട്, ഇവിടെ H ഉണ്ട്, ഇവിടെ I ഉണ്ട്. അപ്പം ഇതിൽ നിന്ന് ഞാനിനി എന്ത് ചെയ്യാൻ പോകാം? കട്ട് സെറ്റുകൾ എടുക്കാൻ പോകാം. കട്ട് സെറ്റ് എടുക്കാൻ ഒരു എളുപ്പ വഴി പറഞ്ഞാൽ ഇപ്പോൾ ഇതാണ്ട് ഇങ്ങനെ ആർക്ക് വരയ്ക്കാം. അപ്പോൾ ഇത് റിമൂവ് ആകുമ്പോഴത്തേക്ക് V1 ഒറ്റപ്പെട്ടു. ബാക്കി ഇത് ഇത്രയും ഒരു ഇതാവല്ലേ. ഇങ്ങനെ എനിക്ക് കട്ട് സെറ്റ് എടുക്കാം. ഇവിടുന്ന് ഇങ്ങനെ കട്ട് സെറ്റ് എടുക്കാം, ഇവിടുന്ന് ഇങ്ങനെ കട്ട് സെറ്റ് എടുക്കാം, ഇങ്ങനെ കട്ട് സെറ്റ് എടുക്കാം. പിന്നെ അത് ഇങ്ങനെ വെട്ടി എനിക്ക് കട്ട് സെറ്റ് എടുക്കാം. D, C, D, E, F അങ്ങനെ എനിക്ക് പല രീതിയിൽ കട്ട് സെറ്റ് എടുക്കാം. കട്ട് സെറ്റുകൾ എഴുതാൻ പോവാം. ഓക്കെ, A, B ഒരു കട്ട് സെറ്റാണ്. പിന്നെ അടുത്തൊരു കട്ട് സെറ്റാണ് കണ്ട ഞാൻ A, C, D എടുക്കുകയാണ്. A, C, D ഒരു കട്ട് സെറ്റാണ്. D, E, F എടുക്കാം കേട്ടോ. എനിക്ക് D, E, F ഒരു കട്ട് സെറ്റാണ്. പിന്നെ H, E, D, G ഒരു കട്ട് സെറ്റാണ്. F, G, H ഒരു കട്ട് സെറ്റാണ്. F, G, I ഒരു കട്ട് സെറ്റാണ്. H, I എന്താണ്? ഒരു കട്ട് സെറ്റാണല്ലേ. ഇതൊക്കെ എന്താണ്? കട്ട് സെറ്റുകളാണ്. അങ്ങനെ എനിക്ക് ഇഷ്ടംപോലെ കട്ട് സെറ്റുകൾ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു മെത്തേഡ് പറഞ്ഞിട്ടില്ല എന്നല്ലേ. നമുക്ക് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് സെറ്റ് പെട്ടെന്ന് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കട്ട് സെറ്റ് എനിക്ക് ഇതിൽ കിട്ടി. എനിക്ക് എന്താ വേണ്ടത്? ഫണ്ടമെൻ്റൽ കട്ട് സെറ്റിനെ കുറിച്ചല്ലേ. കട്ട് സെറ്റ് എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ പഠിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്, ഫണ്ടമെൻ്റൽ കട്ട് സെറ്റിനെ കുറിച്ചാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാനൊരു സ്പാനിങ് ട്രീ വരയ്ക്കാൻ പോകും. സ്പാനിങ് ട്രീ എനിക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാമല്ലോ. അപ്പം ഇതെൻ്റെ V1, ഇതെൻ്റെ V3, ഇതെൻ്റെ V2. ഓക്കെ, ഈ V3 പിന്നെ ഞാൻ എൻ്റെ V4 ഇവിടെ കൊടുത്തു. ഇത് V4, ഇവിടുന്ന് നേരെ V5, ഇവിടുന്ന് എന്തുണ്ട്? V6 ഉണ്ടല്ലേ. ഇനി എൻ്റെ V1, V3 കണക്ട് ചെയ്ത് B ഉണ്ട്. പിന്നെ V3, V4 കണക്ട് ചെയ്തിട്ട് E ഉണ്ട്. V3, V4 കണക്ട് ചെയ്തിട്ടാ E. ഇതെന്തുമായിരുന്നു? V2, V3 കണക്ട് ചെയ്തിട്ട് C ആയിരുന്നല്ലേ. പിന്നെ V4ഉം V5ഉം കണക്ട് ചെയ്തിട്ട് V4ഉം V5ഉം കണക്ട് ചെയ്തിട്ട് എന്തുണ്ട്? G ഉണ്ടായിരുന്നു. V4ഉം V6ഉം ഓക്കെ, V4ഉം ഇത് V5. ഓക്കെ, V4ഉം V6ഉം കണക്ട് ചെയ്തിട്ട് H ഉണ്ടായിരുന്നു. V6ഉം V5 അതിന് ഞാൻ ഇങ്ങനെ കൊടുത്തു കേട്ടോ. V6ഉം V5ഉം കണക്ട് ചെയ്തിട്ട് എന്തായി?
ഐ ഉണ്ടാകും. അപ്പോൾ ഇതാണ് എൻ്റെ സ്പാനിങ് ട്രീ. ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് എന്ന് വെച്ചാൽ എന്താ, ഞാനിപ്പോൾ ഇതൊരു കട്ട് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള എഡ്ജിൻ്റെ വേറൊരു പേരാണ് എന്ത്, ബ്രാഞ്ച്. അപ്പം ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് എന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു കട്ട് സെറ്റ് എടുക്കുകയാണെങ്കിൽ ഈ കട്ട് സെറ്റിലെ ഒരു ബ്രാഞ്ച് എവിടെ ഉണ്ടായിരിക്കും, സ്പാനിങ് ട്രീയിൽ. അതായത് സ്പാനിങ് ട്രീയിലെ ഒരു ബ്രാഞ്ച് ആയിരിക്കും ഈ കട്ട് സെറ്റിലെ ഒരു എഡ്ജ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളതിനെയാണ് ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എ ബി എടുത്തു, ഈ ബി എന്ന് പറയുന്നത് ഈ സ്പാനിങ് ട്രീയിലെ ഒരു ബ്രാഞ്ച് ആണല്ലേ. അപ്പോൾ ഇതെന്താണ്, ഒരു ഫണ്ടമെൻ്റൽ കട്ട് സെറ്റാണ്. ഇപ്പം ഞാൻ എ സി ഡി എടുക്കുകയാണ്. ഇതിൽ സി എന്ന് പറയുന്നത് എന്താണ്, ഈ സ്പാനിങ് ട്രീയിലെ ഒരു ബ്രാഞ്ച് ആണല്ലേ. സി മാത്രമേ വന്നിട്ടുള്ളൂ, എ ഉണ്ടോ ഇവിടെ, ഇല്ല, ഡി ഇല്ല. ഈ സ്പാനിങ് ട്രീയിലെ ഒരെണ്ണം ഈ സെറ്റിൽ വരുന്നുണ്ടെങ്കിൽ അതിനെ എനിക്ക് ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് എന്ന് പറയും. ഇത് ഫണ്ടമെൻ്റൽ കട്ട് സെറ്റാണ്. ഇനി ഡി ഇ എഫ് എടുക്കുക. ഡി ഇ എഫ് എടുക്കുമ്പോൾ അതാണ്ട് ഇ ഉണ്ടല്ലേ, ഇ വന്നിട്ടുണ്ട്, ഈ സ്പാനിങ് ട്രീയിൽ ഇ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്, ഒരു ഫണ്ടമെൻ്റൽ കട്ട് സെറ്റാണ്. പിന്നെ എച്ച് ഇ ഡി ജി എടുക്കുകയാണ്. അപ്പോൾ നോക്കിക്കേ, എച്ച് വന്നിട്ടുണ്ട്, ഇ ഉണ്ട്. ഇങ്ങനെ രണ്ടെണ്ണം വന്നാൽ എന്താണ്, ഇതൊരു ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് അല്ല. സ്പാനിങ് ട്രീയിലെ ഒരു ബ്രാഞ്ച് ഈ കട്ട് സെറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ എന്താവത്തുള്ളൂ, ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് ആവത്തുള്ളൂ. ഒന്നിൽ കൂടുതൽ വന്നാൽ എന്താവില്ല, അത് ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് ആവില്ല. ഇപ്പം ഇനി എഫ് ജി എച്ച് എടുക്കാം. എഫ് ഇതിൻ്റെ അകത്തുണ്ടോ, ഇല്ല, ഓക്കെ. ജി വരുന്നില്ല. പിന്നെ എച്ച്, ഓക്കെ, എച്ച് ഉണ്ട്, ഒരെണ്ണം ഉണ്ടല്ലേ. അപ്പോൾ ഇത് ഫണ്ടമെൻ്റൽ കട്ട് സെറ്റാണ്. പിന്നെ എഫ് ജി ഐ എടുക്കുന്നുണ്ട്, ഐ ഉണ്ട് ഇവിടെ ഐ ഉണ്ട്. അപ്പോൾ ഇത് എന്താണ്, ഫണ്ടമെൻ്റൽ കട്ട് സെറ്റാണ്. പിന്നെ ഞാൻ എച്ചും ഐയും എടുക്കുവാണ്. എച്ചും ഐ ഇതാണ്ട് രണ്ടെണ്ണം വന്നില്ലേ, പിന്നെ രണ്ടെണ്ണം വന്നാൽ എന്തല്ല, ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് അല്ല. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലാനാർ ഗ്രാഫിനെ കുറിച്ചാണ്. ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെയാണ് ചോദിക്കുന്നത് വെച്ചാൽ, ചിലപ്പം പ്ലാനാർ ആണോ അല്ലയോ, ഒരു ഗ്രാഫ് കണ്ട് പ്ലാനാർ ആണോ അല്ലയോ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ഡെഫിനിഷൻ ചോദിക്കാം, എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പം എനിക്കൊരു ഗ്രാഫ് തരുവാണ്. ഇപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഗ്രാഫ്. ഓക്കെ, ഇത് V1, ഇതെൻ്റെ V2, ഇതെൻ്റെ V3, ഇതെൻ്റെ V4. ഓക്കെ, ഈ ഗ്രാഫ് പ്ലാനാർ ആണോ അല്ലയോ? പ്ലാനാർ ആവുക എന്ന് വെച്ചാൽ എന്താണ്, ഞാനൊരു പ്ലെയിനിൽ ഇതിനെ കാണിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇതിൻ്റെ എഡ്ജസ് ഒന്നും ഇൻ്റർസെക്റ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പം നോക്കിക്കേ, ഈ രണ്ട് എഡ്ജ് ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുക അല്ലേ. ഇത് ഞാനൊരു പ്ലെയിനിലോട്ട് കാണിക്കുമ്പം ഈ എഡ്ജുകളൊന്നും ഇൻ്റർസെക്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ എനിക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ എനിക്ക് പ്ലാനാർ ഗ്രാഫ് എന്ന് പറയാം. അങ്ങനെ ഒരു ഗ്രാഫ് എനിക്ക് വരയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതെന്താവും, നോൺ പ്ലാനാർ ആവും. അപ്പോൾ ഇത് പ്ലാനാർ ആണോ നോക്കിയാലോ. ഇപ്പം ഇത് ഞാൻ ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇത് V1, ഇത് V2, ഇത് V3, ഇത് V4. ഒരു ഇൻ്റർസെക്ഷനും ഇല്ലല്ലേ, എനിക്ക് ഫ്രീ ആയിട്ട് വരയ്ക്കാം. ഇനി ഞാൻ എന്താണ്ട് ഈ ഒരു എഡ്ജ് വരയ്ക്കാം. V4ഉം V2ഉം കണക്ട് ചെയ്തിട്ട് ഒരു എഡ്ജ് ഇങ്ങനെ ഉണ്ടല്ലേ. ഇപ്പോഴും ഇൻ്റർസെക്ഷൻ ഒന്നും വന്നിട്ടില്ല, കുഴപ്പമില്ല. ഇനി V1 V3 ഞാൻ എന്താണ്ടേ ഇങ്ങനെ കണക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും, ഇത് ഇൻ്റർസെക്റ്റ് ആയി പോവും, നോൺ പ്ലാനാർ ആയി പോവും. നമ്മൾ നോക്കും വേറെ ഏതെങ്കിലും വഴിയുണ്ടോ ഈ V1ഉം V3 തമ്മിൽ കണക്ട് ചെയ്യും. അപ്പം ഞാൻ നോക്കുമ്പോൾ എന്താണ്ട് എനിക്കിത് ഇങ്ങനെ കണക്ട് ചെയ്യാം. ഇപ്പം എന്താ, ഓക്കെ, ഇങ്ങനെ എനിക്കിതിനെ കണക്ട് ചെയ്യാമല്ലേ. ഇപ്പോൾ ഇതെന്തായില്ല, ഇൻ്റർസെക്ഷൻ ഒന്നുമില്ല. എനിക്ക് ഇൻ്റർസെക്ഷൻ ഇല്ലാതെ ഈ ഒരു ഗ്രാഫിനെ വരയ്ക്കാൻ പറ്റി. അപ്പോൾ ഈ ഗ്രാഫ് എന്താണ്, ഒരു പ്ലാനാർ ഗ്രാഫാണ്. ഓക്കെ, ഇപ്പം ഞാൻ ഈ ഒരു വെർട്ടെക്സിനെ ഇങ്ങനെ എടുത്തു, അതിന് പകരം എനിക്ക് ഇങ്ങനെ തിരിച്ചെടുക്കാം. എങ്ങനെ എടുക്കാം, ഓക്കെ. അപ്പോൾ ഈ ഒരു ഗ്രാഫ് എടുത്തു, എന്നിട്ട് ഇതാണ്ട് ഇതിനെ ഞാൻ ഇങ്ങനെ ഫിക്സ് ആക്കി വെച്ചു. എന്നിട്ട് ഈ ഒരു വെർട്ടെക്സിനെ എനിക്ക് എന്ത് ചെയ്യാം, V1ഉം V2 ഞാൻ വെച്ചു, V4ഉം V2 എനിക്ക് കണക്ട് ചെയ്യണം. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം, കണ്ടില്ലേ. ഇപ്പോൾ ഇത് ഏത് മെത്തേഡ് ചെയ്താലും ഇത് എന്താവുന്നില്ല, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. അപ്പം ഈ ഗ്രാഫ് എന്താണ്, ഒരു പ്ലാനാർ ഗ്രാഫാണ്. ഇനി ചോദിച്ചിട്ടുണ്ട് K5 എന്ന് പറയുന്ന ഗ്രാഫ് പ്ലാനാർ ആണോ അല്ലാതെ. K5 എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ 5 വെർട്ടെക്സ് ഉണ്ടല്ലോ. ഇവിടെ V1, ഇപ്പം V2, പിന്നെന്താണ് V2, ഇവിടെ V3, ഇവിടെ V4, ഇവിടെ V5 ഞാൻ എടുത്തു. ഇനി ഇതിനെല്ലാം കൂടെ ജോയിൻ ചെയ്യുക. ഒരു കംപ്ലീറ്റ് ഗ്രാഫ് എടുക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തത് ഒരു കംപ്ലീറ്റ് ഗ്രാഫ് അല്ല, ആദ്യം നമ്മളൊരു കംപ്ലീറ്റ് ഗ്രാഫ് എടുക്കണം. പിന്നെ ഇവിടുത്തെ എഡ്ജസ് എല്ലാം ഞാൻ ജോയിൻ ചെയ്യും. ഇപ്പോൾ V1, ഓക്കെ, ഇങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു. ഓക്കെ, ഈ ഒരു ഗ്രാഫ് പ്ലാനാർ ആണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ ആദ്യം ഞാൻ V1 ഇവിടെ ഉണ്ട്, V2 ഇവിടെ ഉണ്ട്, ഇവിടെ V3, ഇവിടെ V4, ഇവിടെ V5. ഇതെല്ലാം എനിക്ക് നോർമലി എന്ത് ചെയ്യാം, ഇങ്ങനെ കണക്ട് ചെയ്യാമല്ലേ. ഇതെല്ലാം എനിക്കിങ്ങനെ നോർമലി കണക്ട് ചെയ്യാം.
V1 നിന്ന് V3 എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്യാം. V1 നിന്ന് V4 എനിക്ക് കണക്ട് ചെയ്യാം. എന്തില്ല, ഇൻ്റർസെക്ഷൻ ഒന്നുമില്ല. V2 എനിക്ക് V5 കണക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഇവിടെ ഒരു ഇൻ്റർസെക്ഷൻ വന്നു. അപ്പോൾ അതിന് പകരം ഞാൻ എന്ത് ചെയ്തു, ഇതിനെ ഇങ്ങനെ വെട്ടു. ഇനി V2 V4 ഉണ്ട്. V2 V4 എനിക്ക് എങ്ങനെ വരയ്ക്കാം? V2 V4 എനിക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ വരയ്ക്കാം. V2 V4 അല്ലേ, ഇൻ്റർസെക്ഷൻ ഇല്ല. ഇനി V5 V3 വരുമ്പോൾ എനിക്ക് ഒരിക്കലും ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. കണ്ടോ, ഇവിടെ ഒരു ഇൻ്റർസെക്ഷൻ വരുന്നുണ്ട്. നമുക്ക് V5 V3നെ ഞാൻ ഇതിലേ കൊണ്ടുപോയാൽ ഇവിടെ ആയിട്ട് ഇൻ്റർസെക്ഷൻ വരും. ഇതിലേ കൊണ്ടുപോയാൽ കണ്ടോ, ഇവിടെ ഒരു ഇൻ്റർസെക്ഷൻ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് എന്തായാലും ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരിക്കലും ഈ ഗ്രാഫിൽ ഒരു ഇൻ്റർസെക്ഷൻ ഇല്ലാതെ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു പ്ലാനാർ ഗ്രാഫാണോ? അല്ല. അപ്പോൾ ഇതെന്താണ്, ഒരു നോൺ പ്ലാനാർ ഗ്രാഫാണ്. നോൺ പ്ലാനാറിന് ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ K5 വരച്ചാൽ മതി. K4 എന്തിൻ്റെ എക്സാമ്പിളാണ്? പ്ലാനാറിന് എക്സാമ്പിളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കംപ്ലീറ്റ് ബൈപാർട്ടൈഡ് ഗ്രാഫിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലേ, ഓർമ്മയുണ്ടോ? ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ച കാര്യങ്ങൾ അതല്ലേ അല്ലേ? അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ബൈപാർട്ടൈഡ് ഗ്രാഫ് പ്ലാനാർ ആണോ അല്ലയോ എന്ന് നോക്കാം. A33, അതായത് ഇപ്പോൾ ഇവിടെ 3 വെർട്ടക്സ് ഉണ്ടല്ലേ, ഇവിടെ താഴെയും 3 ഉണ്ട്. കംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഒരു വെർട്ടക്സിന് ഇവിടുത്തെ എല്ലാവരുമായിട്ടും ഇങ്ങനെ റിലേഷൻ ഉണ്ടായിരിക്കണം. ഈ ഒരു വെർട്ടക്സ് എടുക്കുമ്പോൾ അതിന് ഇവിടെയുള്ള എല്ലാവരുമായിട്ടും റിലേഷൻ ഉണ്ടായിരിക്കണം. ഇതെടുക്കുമ്പോഴും ഇവിടുത്തെ എല്ലാവരുമായിട്ട് എന്തുണ്ടായിരിക്കണം, റിലേഷൻ ഉണ്ടായിരിക്കണം. ഇനി ഞാൻ എടുക്കാം. ഓക്കെ, 1 2 3 ഇൻ്റർസെക്ഷൻ ഇല്ലാതെ എനിക്ക് വരയ്ക്കാൻ പറ്റുമോ നോക്കണമല്ലോ. അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങനെ കൊടുത്തു. ഓക്കെ, ഇൻ്റർസെക്ഷൻ ഒന്നുമില്ല. ഇവിടുന്ന് ഞാൻ ഇങ്ങനെ കൊടുത്തു. ഇവിടെ ഇൻ്റർസെക്ഷൻ ഇല്ല. ഇവിടുന്ന് മൂന്നാമതൊരെണ്ണം ഉണ്ടല്ലേ, അതിനെ എനിക്ക് എങ്ങനെ കൊടുക്കാം? ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഇന്നെ ഇതിൽ നിന്ന് ഇതിലോട്ടും ഉണ്ട്, ഇതിൽ നിന്ന് ഇതിലേക്കുണ്ടല്ലേ, അതിനെ എനിക്ക് വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ കൊടുത്തു. ഇനി ഇതിൽ നിന്ന് ഇതിലേക്കൊരു കണക്ഷൻ ഉണ്ട്. നോക്കിക്കേ, ഇനി ഞാൻ ഒരെണ്ണം കൊടുക്കാൻ ശ്രമിച്ചാൽ എന്തായാലും ഇൻ്റർസെക്ഷൻ വരും. അപ്പം ഈ K33 എന്ന് പറയുന്നത് എന്താണ്? K33 എന്ന് പറയുന്നത് നോൺ പ്ലാനാറാണ്. എന്തായാലും എനിക്ക് ഇൻ്റർസെക്ഷൻ ഇല്ലാതെ ഒരിക്കലും ഇത് വരയ്ക്കാം, എനിക്കിത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഗ്രാഫിനെയാണ് നമ്മൾ നോൺ പ്ലാനാർ എന്ന് പറയുന്നത്. അപ്പോൾ നോൺ പ്ലാനാറിന് എക്സാമ്പിൾ വെച്ച് എന്തൊക്കെ വരയ്ക്കാം? നിങ്ങൾക്ക് K5 K33 കാണിക്കാം കേട്ടോ. പ്ലാനാർ വെച്ച് നിങ്ങൾക്ക് K4 വരച്ച് കാണിച്ചാൽ മതി. എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന പുതിയൊരു ടേമാണ് കർട്ടോസ്കീസ് ഗ്രാഫ്. ഇപ്പോൾ കർട്ടോസ്കീസ് ഗ്രാഫ് എന്ന് പറയുമ്പം നമ്മുടെ കംപ്ലീറ്റ് ഗ്രാഫായ K5 ഇല്ലേ, നമ്മുടെ K5നെയും പിന്നെ നമ്മളെ കംപ്ലീറ്റ് ബൈപാർട്ടൈഡ് ഗ്രാഫായ K33 ഇല്ലേ, ഇപ്പം നമ്മൾ പഠിച്ച 2 ഗ്രാഫില്ലേ, അവരെ രണ്ടുപേരെയും കൂടെ പറയുന്ന പേരാണ് എന്ത്? കർട്ടോസ്കീസ് ഗ്രാഫ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി കർട്ടോസ്കീസ് തിയറം ഉണ്ട്. കർട്ടോസ്കീസ് തിയറം പറയുന്നത് എന്താണ്? A graph G is planar if and only if it has no subdivision of K5 and K33. That is, no components of the graph is isomorphic to K5 and K33. അപ്പോൾ ഇത് പറയുന്നത് K5ൻ്റെയും K33യുടെ സബ്ഡിവിഷൻസ് ഒന്നും അതിൽ വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും? ഒരു പ്ലാനാർ ഗ്രാഫ് ആയിരിക്കും. അതാണ് എന്താണ് കർട്ടോസ്കീസ് തിയറം പറയുന്നത്. അതായത് നോ കമ്പോണൻസ് ഓഫ് ദ ഗ്രാഫ് ഈസ് ഐസോമോർഫിക് ടു K5 ആൻഡ് K33. ഐസോമോർഫിക് ആവാൻ പാടില്ല.